ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത ഒരാഴ്ചയാണ് കടന്നുപോയത്. മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വെല്ലുവിളികളൊക്കെ നിറഞ്ഞതാണ്. അങ്ങനെ ആയിരിക്കണം. ഇടയ്ക്കൊക്കെ സന്തോഷത്തിൻ്റെ ചെറു ദ്വീപുകളും കാണാം. എങ്കിലും ബേസിക്കലി നമുക്ക് ചലഞ്ചസും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം. ചലഞ്ചസും ബുദ്ധിമുട്ടുമൊക്കെ വരുമ്പോൾ മനുഷ്യരതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് 3 രീതിയിൽ അഭിമുഖീകരിക്കുക. അത് എൻ്റെ ഒരു മനസ്സിൽ വന്ന ചില ചിന്തകൾ ഷെയർ ചെയ്യുക മാത്രം. ഒന്നാമത്തെ കാറ്റഗറി, വലിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തകർന്നും തളർന്നും പോകുന്നവരധികവും. അങ്ങനെയുള്ളവർ നമ്മൾ ഫ്രജൈൽ പീപ്പിൾ എന്ന് പറയും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു നല്ല പ്രതിസന്ധി വരുമ്പോൾ തകർന്നു പോകുന്നവർ. അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ എന്തുകൊണ്ട് തകരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതിയും ഈ ഫേസ് ചെയ്യുന്ന ആളിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഈ കണ്ണാടിയിൽ കല്ല് കൊള്ളുമ്പോൾ കണ്ണാടി പൊട്ടുന്നെങ്കിൽ കല്ലിൻ്റെ മാത്രം കുഴപ്പമല്ല, കണ്ണാടിയുടെയും കൂടെ കുഴപ്പമാണ്. ബിക്കോസ് ഇറ്റ്സ് സോ ഫ്രജൈൽ, വളരെ പെട്ടെന്ന് ഫ്രജൈലായിട്ടുള്ള. അതുപോലെ മനുഷ്യരും അതുപോലെ തന്നെയാണ്, പെട്ടെന്ന് അവർ തളർന്നു പോകുന്നു. ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് ഈ തൊട്ടാവാടി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ അപൂർവമാണ്. വഴിയോരങ്ങളിലൊക്കെ കാണും ഒരു പടർന്നു കിടക്കുന്നൊരു ചെടി. ആ ചെടിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പാടിപ്പോവും. അപ്പോൾ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, അവർ വെറും തൊട്ടാവാടികളാണ്. കാരണം ചെറിയൊരു ചലഞ്ച് മതി അവർ ഡിസ്റ്റർബ്ഡ് ആകും, അവർ ക്ഷീണിതരായിത്തീരും. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കുന്നവരുണ്ട്. പ്രതിസന്ധികൾ എന്തും ആയിക്കോട്ടെ അവർ ഉറച്ചു നിൽക്കുക, പ്രതിസന്ധികളെ അവർ വകവെക്കാറില്ല. അങ്ങനെയുള്ള ഒരു ആളുകളെ നമ്മൾ റെസിലിയൻറ്റ് പീപ്പിൾ എന്ന് പറയും. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രതിഭാസത്തിന് റെസിലിയൻസാണ് നമ്മൾ പറയുക. ഇപ്പോൾ നമുക്കറിയാം, ഈ കല്ല് കൊണ്ടൊരു പാറക്കിട്ട് എറിഞ്ഞാൽ പാറയ്ക്കൊന്നും സംഭവിക്കത്തില്ല. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പാറ പോലെ ഉറച്ചു നിൽക്കുന്നവർ എന്ന് പറയാറുണ്ട്. അവർക്ക് പ്രതിസന്ധികൾ അവർക്കൊരു പ്രശ്നമേ അല്ല. എന്തും വന്നോട്ടെ, എന്ത് കഠിന പ്രശ്നങ്ങൾ വന്നോട്ടെ, അവർ പിടിച്ചു നിൽക്കും. അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ റെസിലിയൻറ്റ് പീപ്പിൾ എന്ന് പറയുക. അപ്പോൾ അവർക്കിട്ട് കല്ല് വെച്ചെറിഞ്ഞാൽ പലപ്പോഴും കല്ലായിരിക്കും പൊടിഞ്ഞു പോകുന്നത്, പ്രശ്നങ്ങളായിരിക്കും തകർന്നു പോകുന്നത്. അതുകൊണ്ട് ചിലപ്പം ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, അവനോട് മുട്ടാൻ ചെല്ലല്, കാരണം പ്രശ്നമാണ്, അവനങ്ങനെ തകർന്നു പോകുന്ന ഒരുത്തനൊന്നുമല്ല, നമുക്ക് തന്നെയാണ് ക്ഷീണമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ റെസിലിയൻറ്റ് പീപ്പിൾ എന്ന് പറയും. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അതായത് അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയ പ്രതിസന്ധികൾ വന്നാൽ അവർ തകരുന്നില്ലെന്ന് മാത്രമല്ല, ആ പ്രതിസന്ധികളിൽ നിന്ന് അവർ ഊർജ്ജം ഉൾക്കൊണ്ട് അവർ വളരെ വലിയൊരു ഹയർ ലെവലിലേക്ക് കയറിപ്പോകും. ഈ പ്രതിസന്ധികൾ കൊണ്ട് തന്നെ അതിൽ നിന്ന് അവർ ശക്തി പ്രാപിച്ച് അവർ ഉയരങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ് എന്ന് അല്ല പറയുന്നത്, ബിക്കോസ് ഓഫ് ഡിഫിക്കൽട്ടീസ് വന്നതുകൊണ്ട് മാത്രം അവർ വലിയ ഉന്നതങ്ങളിൽ ചെന്ന ചിലരെക്കുറിച്ച് നമുക്കറിയാം. ഇത് അങ്ങനെയുള്ള ആ പ്രതിഭാസത്തിന് ഇവിടെ ചില തത്വചിന്തകരൊക്കെ ആൻറ്റി ഫ്രജൈൽ എന്താ പറയുക. ആൻറ്റി ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നേരിടുക മാത്രമല്ല, അതിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അവർ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ആൻറ്റി ഫ്രജൈൽ. ഈ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തല വെട്ടിയാൽ 2 തല പൊട്ടി മുളച്ച് വരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചിലരെങ്ങനെ അവരെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഹരാസ് ചെയ്യുകയോ, അവർ കൂടുതൽ ശക്തി പ്രാപിച്ച് അവർ മുന്നോട്ട് വരുന്ന ഒരു പ്രതിഭാസം, അതായത് നമ്മൾ ആൻറ്റി ഫ്രജൈൽ എന്ന് പറയുക. ഈ പ്രതിഭാസം വ്യക്തികൾക്ക് മാത്രമല്ല, സമൂഹത്തിനും രാഷ്ട്രത്തിനുമുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത് വ്യക്തികൾക്ക് മാത്രമല്ല, പലപ്പോഴും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും വരുന്നത്. അവരും ഇതുതന്നെ 3 തരം സമൂഹങ്ങളെ, രാഷ്ട്രങ്ങളെ നമുക്ക് കാണാം. അതായത് തളർന്നു പോകുന്ന ഒരു പ്രതിസന്ധി വന്നാൽ തകർന്നു പോകുന്ന രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ പ്രതിസന്ധിയെ പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രങ്ങൾ. എന്നാൽ പ്രതിസന്ധികൾ വന്നാൽ അതിൽ നിന്നും വലിയ പാഠങ്ങൾ ഉൾപ്പെട്ട് അതിന് ഊർജ്ജം സംഭരിച്ച് മുന്നോട്ട് വരുന്ന, അല്ലെങ്കിൽ വലിയ ലെവലിലേക്ക്
വളർന്നു പോകുന്ന രാഷ്ട്രങ്ങൾ, അങ്ങനെ ആൻറ്റി ഫ്രജൈൽ നേഷൻസ്, അങ്ങനെ 3 കാറ്റഗറി നമുക്ക് കാണാം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, എൻ്റെ എക്സാമ്പിൾ മനസ്സിൽ വരുന്ന ഈ രാഷ്ട്രങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ജപ്പാനാണ്. നമുക്കറിയാം 1945 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ തരിപ്പണമായി. 2 ബോംബ് വീണ് ഇനിയും ഈ ജപ്പാൻ എഴുന്നേൽക്കുകയില്ലെന്ന് എല്ലാവരും എഴുതിത്തള്ളി. പക്ഷേ ചരിത്രം വായിച്ചവർ പഠിച്ചവർക്കൊക്കെ അറിയാം, അവരുടെ ചക്രവർത്തി ഹിരോഹിത എന്ന് പറയുന്ന അദ്ദേഹം ജപ്പാൻ ആ ബോംബെല്ലാം പറഞ്ഞ് തകർന്ന ജപ്പാനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നമ്മൾ വി വിൽ ബിൽഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം മുമ്പ് നിന്നു. അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ജപ്പാൻ ചക്രവർത്തിയുടെ മഹാനേതൃത്വത്തിൽ ജപ്പാൻ വീണ്ടും മഹാശക്തിയായി ഉയർന്നത് ഒരു ചരിത്രം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് കരണീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്, പിടിച്ചു നിൽക്കുക മാത്രമല്ല, അതിനെ സധൈര്യം എതിർത്ത് നിൽക്കുക മാത്രമല്ല, ആ പ്രതിസന്ധികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തെ പടുത്തുയർത്താനായിട്ട് സാധിക്കണം. അതാണ് ഈ പീഡാനുഭവ ആഴ്ചയ്ക്ക് ശേഷം വരുന്ന എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ. എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു.